ഗോപിനാഥ് മുതുകാട് ഗോപി ചെയ്ത പ്രവർത്തികളല്ലാതും അമ്മമാർ വന്ന് വിളിച്ചു പറയുന്നു. ഷിഹാബിന്റെ അനുഭവം വന്ന് ഷെയർ ചെയ്യുന്നു. മിസ്റ്റർ ഗോപി എന്താ പറയുക, ഇപ്പോൾ മൗന വ്രതത്തിലാണ്. ഗോപിക്കൊന്നും പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പൈസയുടെ സോഴ്സും ഓഡിറ്റൊക്കെ ഗോപി ഭയങ്കരമായിട്ട് വന്നിരുന്നിട്ട് എൻ്റെ സ്ഥാപനം വളരെ ക്ലിയർ ആണ്, എൻ്റെ സ്ഥാപനത്തിൽ ₹1 പോലും മാൽ പ്രാക്ടീസ് നടക്കുന്നില്ല, നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഗോപിയുടെ സ്വഭാവത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഗോപി അവിടെയുള്ള കുട്ടികളെടുത്തും അവരുടെ രക്ഷിതാക്കന്മാരെടുത്തും കാണിക്കുന്ന മറ്റൊരു ധാർഷ്ട്യമുണ്ടല്ലോ, എൻ്റെ ഔദാര്യത്തിൽ. അതാണ് ഗോപിയുടെ ലൈന്. അപ്പോൾ ഗോപി അതിലെന്താണ് ഗോപിക്ക് പറയാനുള്ളത്? അതാണ് ജനങ്ങൾക്ക് കേൾക്കേണ്ടത്. എനിക്കൊക്കെ കേൾക്കേണ്ടത് അതാണ്. ഞങ്ങളൊക്കെ ഗോപി പൈസ ഉണ്ടാക്കുന്നതിൽ മറ്റേ എന്താ പറയുക, മനസ്സ് നൊന്ത് അസൂയ മൂത്ത് ഓടി വരുന്നതൊന്നുമല്ല. മനസ്സിലായോ? ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞ് ഞാനൊക്കെ ഇങ്ങനെ നന്മമരമായി കണ്ട വിഗ്രഹം, എന്തൊരു മോട്ടിവേഷനാണോ! മോട്ടിവേറ്റ് ചെയ്ത് നമ്മളങ്ങോട്ട് ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോവാണ്. ரொம்ப പെരിയ നടി കണ്ട കമൽഹാസൻ, മോഹൻലാൽ, അമിതാഭ് ബച്ചൻ, ഇവരൊന്നും ആരും ഒന്നുമല്ല. ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടൻ അഭിനേതാവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗോപിനാഥ് മുതുകാട് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തലുകൾ ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇയാളുടെ ദ അതർ ഫേസ്, അത് കണ്ട വ്യക്തികളാണ്. അത് അയാളുടെ ആ ഒരു ദ അതർ ഫേസ്, അതിൽ നിന്ന് വരുന്ന വാക്കുകൾ അനുഭവിച്ച വ്യക്തികളാണ് ഓരോരുത്തരുമായിട്ട് വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ ഗോപി 1-2 വേറെ വീഡിയോസ് ഞാൻ കണ്ടു നിങ്ങൾ റിലേറ്റഡ് ആയിട്ട്. മജീഷ്യൻ എന്നുള്ള ലേബലിൽ അറിയപ്പെട്ടിരുന്ന ഗോപിനാഥ് മുതുകാട് കൊറോണയ്ക്കിപ്പുറം നന്മമരമായി സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ സ്വയം പ്രഖ്യാപിത ഗോഡ് ഫാദർ ആയിട്ട് മാറുമ്പോൾ നിങ്ങളുടെ വരുമാനം എന്ത് എന്ന് പലരും ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ എൻ്റെ കുടുംബം വിറ്റും എന്നെ തന്നെ വിറ്റ് ഞാൻ അവിടെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പ്രസന്റ് ആകുന്നു, ഞാൻ അവരെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, എനിക്ക് എന്ത് ചെലവാനുള്ള, എനിക്ക് ഒരു ചെലവും ഇല്ലല്ലോ, എൻ്റെ ഭക്ഷണം അവരെ കൂട്ടത്തിലാണ്, ഞാൻ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങളും, ഞാൻ മോട്ടിവേഷൻ വാരി വെതറാൻ പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് അടക്കം കിട്ടുന്ന പൈസ ഞാനത് അവിടെ ചെലവാക്കുന്നു. ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോഴും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. മനസ്സിലായോ? ആർക്കും എപ്പോഴും ഫ്രീ ആയിട്ട് കൊടുക്കാം. അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരു സൈഡിൽ നന്മ ചെയ്യാൻ വെറും നന്മമരമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, മോട്ടിവേഷൻ ചെയ്ത് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, മോട്ടിവേഷന്റെ പേരിൽ വാങ്ങിയ കാശ് മേടിച്ച് കീശയിലിട്ടിട്ട് തിരിച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഒരു സൈഡിൽ മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ എന്താ പറയുക, പണമൊക്കെ നാളെ വരും, മനുഷ്യത്വമാണ് വലുത്. അതാണ് ഗോപിയുടെ ഒരു ലൈൻ. അങ്ങനെ പറയുന്ന ഗോപി ഒരു സൈഡിൽ അതും പറയും, ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യും? മോട്ടിവേഷന്റെ പേരിൽ കാശ് വാങ്ങിയിട്ട് ഷോ നടത്തുന്നില്ല, പൈസ തിരിച്ചു വെച്ച് കൊടുക്കുന്നില്ല. ഇതാണ് മോട്ടിവേഷൻ. എന്താണെങ്കിലും തെളിവ് ഞാൻ അവിടെ വയ്ക്കാം. തെളിവല്ല, ഇത് വെളിപ്പെടുത്തൽ നടത്തിയത് ജംഗ്ഷൻ ഹാക്ക് എന്ന് പറഞ്ഞ ചാനലിലെ അനിൽ മുഹമ്മദ്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും, ഞാൻ കാണാറുണ്ട് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ്. ഇദ്ദേഹം ഇട്ട 1-2 വീഡിയോക്കകത്താണ് ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞ വ്യക്തി മോട്ടിവേഷന്റെ പേരിൽ വാങ്ങിച്ച കാശ് പോലും തിരിച്ചു കൊടുക്കാതെ ആളുകളിട്ട് വട്ടം കറക്കുകയാണെന്ന് പറയുന്നത് കണ്ടോ? ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത് ഉത്തരവാദിത്തത്തോടെയാണ് പറയുന്നത്, അതിൻ്റെ ബോധ്യങ്ങളോടെയാണ് പറയുന്നത്, അതിൻ്റെ റെക്കോർഡോടെയാണ് പറയുന്നത്. 2020 ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതിന് 2,25,000 രൂപ അദ്ദേഹം ആവശ്യപ്പെട്ട്, അങ്ങനെ എടുക്കണമെങ്കിൽ ഇത്രയും തുക വേണമെന്ന് ആവശ്യപ്പെട്ടു അവരോട്. അവർ 22,500 രൂപ TDS കഴിച്ച് 2,02,500 രൂപ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. പണത്തിനപ്പുറത്തുള്ള മനുഷ്യജീവിതം, മരണം, ജീവിതം, മൂല്യങ്ങൾ, ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ഇതുപോലൊരു സംഗതി എടുക്കുന്നതിന് 2 ലക്ഷം, ഒരു സ്ഥാപനത്തിൽ നിന്ന് 50,000 വാങ്ങിയിട്ട് സ്വാഭാവികമായി സർക്കാർ സ്ഥാപനമായതുകൊണ്ട് ആ 50,000-ൻ്റെ TDS കുറച്ചു. അപ്പോൾ അത് സമ്മതമല്ല എന്ന് പറഞ്ഞ് രണ്ടാമത് റിക്വസ്റ്റ് ചെയ്ത് ആ TDS പോലും വാങ്ങിയെടുത്തു. ഈ 2,25,000 വാങ്ങിയ സ്ഥാപനക്കാർക്ക് കോവിഡ് വന്നതോടുകൂടി ഈ ക്ലാസ് വെക്കുന്നതിന് ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ അതിന് മറ്റൊരു ഡേറ്റിലാക്കാമെന്ന് പറഞ്ഞു. ഈ 2020 മുതൽ 2024 ഇന്ന് ജനുവരി വരെ 4 വർഷമായി
ഏതാണ്ട് 2-3 വർഷം അവർ പുറകിൽ നടന്നു. മറ്റൊരു ഡേറ്റ് എന്ന് പറഞ്ഞ് ഒരു ഡേറ്റും കൊടുത്തില്ല. പിന്നെ കഴിഞ്ഞ 1 വർഷമോ 6 മാസമോ ആയി അവർ കാശ് തിരിച്ചു ചോദിക്കുകയാണത്രേ, കാശും കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ഇത് കണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിലെ ആളുകൾ അതിൻ്റെ രേഖകൾ സഹിതം അത് കൈമാറിയത് 23/1/2020 23/1/2020 അത് കൊടുത്ത പേയ്മെൻറ്റിൻ്റെ ചെക്ക് നമ്പർ അടക്കം അവർ ഈ കാര്യം കൈമാറി. അപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യനെ വിലയിരുത്തുന്ന ഘടകങ്ങളാണ്. എക്സാക്ട്ലി. ഒരു മനുഷ്യനെ വിലയിരുത്തുന്ന ഘടകം എന്താണ്? എൻ്റെ സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എൻ്റെ കൂട്ടക്കാർ, കുടുംബക്കാർ, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ, ഇനി എന്നെ തന്നെ ഞാൻ സ്വയം വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ വിലയിരുത്തപ്പെടുന്നത് നമ്മുടെ മണി ഡീലിങ്സ് ആണ്, പൈസയുടെ ഡീലിങ്ങുകൾ. പ്രശ്നങ്ങൾ പറ്റാത്താരല്ലോ. എനിക്കൊക്കെ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇനി പറ്റില്ല എന്നും പറയാൻ പറ്റില്ല. പക്ഷേ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചതിക്കാനോ പറ്റിക്കാനോ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തെറ്റല്ലേ? അവിടെ എന്ത് മോട്ടിവേറ്റർ ഇടയാ അവിടെ? എന്ത് മോട്ടിവേഷൻ അവിടെ? 2020 ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര ലക്ഷം രൂപയാണ് ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞ വ്യക്തി വാങ്ങുന്നത്. ഞാൻ ഇതിൽ മനസ്സിലാക്കിയൊരു കാര്യം അതാണ്. എനിക്കൊന്നുമില്ല, എൻ്റെ സർവ്വതും വിറ്റ് ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നു, ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നു, ഞാൻ ജീവിക്കുന്നത് ചോട്ടാമോട്ടയാണോടെ മോട്ടിവേഷൻ? മോട്ടിവേഷൻ കൊടുക്കുന്നതിനാണോ 2.5 ലക്ഷം രൂപ? എന്ത് മോട്ടിവേഷനാണ് താങ്കൾ കൊടുക്കുന്നത്? താങ്കളുടെ മോട്ടിവേഷനിലൂടെ എന്താണ് ആളുകൾക്ക് ഈ 2.5 ലക്ഷം രൂപയുടെ മോട്ടിവേഷൻ കിട്ടുന്നത്? ഇപ്പം 2024 2020 2.5 ലക്ഷം 10 മടങ്ങ് കൂടി കാണില്ലേ അല്ലേ? കാരണം ബ്രാൻഡ് വാല്യൂ കൂടുകയാണ്. അവിടെയാണ് ഒരു ബിസിനസ്മാൻ്റെ മൈൻഡ് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. ഞാൻ നന്മ മരമാണ്, ഞാൻ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ സ്വയം പ്രഖ്യാപിത ഗോഡ് ഫാദറാണ്, ഞാൻ മുതുകാട് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, എൻ്റെ ഒരു ഷോ. ഇയാളെ കണ്ണിങ്നെസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെയാ? സീക്രട്ടുകളെല്ലാം ഇല്ലാതായി മാജിക്കിലെ. അത് ഇല്ലാതാക്കിയതിലൊരു പങ്ക് ഇയാൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് പല മജീഷ്യൻസും ഇപ്പോഴും ഇയാൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. മാജിക്കിൽ നിന്ന് ഇയാൾ അങ്ങോട്ട് വിട്ടുപോകുന്ന ടൈമിൽ ഞാനല്ലെങ്കിൽ ഇനി ആരും മാജിക്കിൽ വേണ്ട എന്നുള്ള നിലയ്ക്ക് മാജിക്കിൻ്റെ സീക്രട്സ് ഒക്കെ ഇയാൾ അവിടെ ഇവിടെയും പബ്ലിഷ് ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയും പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം അങ്ങനെ അവിടെ അവരെ പടുകുഴിയിലേക്ക് തട്ടിയിട്ടു. അല്ലെങ്കിൽ മാർക്കറ്റ് പോയി, മാജിക്കിൻ്റെ രൂപം മാറി, മെൻ്റലിസം അങ്ങനെയൊക്കെയായി. ഇപ്പം മജീഷ്യൻസ് അല്ലെങ്കിൽ മാജിക് എന്ന് പറഞ്ഞൊരു ഫീൽഡിന് ഒരു എവല്യൂഷൻ സംഭവിച്ചു. അപ്പോൾ അതിൽ നിന്ന് മാറിപ്പോന്ന മുതുകാട് എന്ത് ചെയ്തു? അയാളുടെ ആ ഒരു മജീഷ്യൻ എന്ന് പറയുമ്പോൾ ആളുകളെ പറ്റിക്കുന്ന ഒരു ബുദ്ധിയാണ് ഇത്. മാജിക് എന്ന് പറഞ്ഞാൽ കൺകെട്ടാണല്ലോ, ആളുകളെ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്നുള്ളത് ധരിപ്പിക്കലാണ്. ആ മുതുകാട് മോട്ടിവേഷൻ കൊടുത്ത ആളുകളെ മയക്കാൻ തുടങ്ങി. അതിന് ഇത്ര രൂപ ടാഗ് ഇട്ടു. ആ ബ്രാൻഡ് വാല്യൂ ഇയാൾക്ക് വരുന്നത് ഇയാളുടെ മോട്ടിവേഷൻ കാരണം എല്ലാവരുടെ ലൈഫും ചേഞ്ച് ആവുന്നത് കൊണ്ടല്ല. ആളുകൾ മുതുകാട് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കാണുന്നത് എന്താ? ഒരുപാട് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഗോഡ് ഫാദർ ആയിട്ടാണ് കാണുന്നത്. ഇപ്പുറത്ത് അങ്ങനെ ഒരു ഇമേജ് ഇയാൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് അപ്പുറത്തെ സൈഡിലൂടെ അപ്പം അയാൾ എന്താ പറഞ്ഞാൽ, എനിക്ക് ജീവിക്കാനൊന്നും വേണ്ട, ഞാൻ വളരെ ചുരുങ്ങിയ ചിലവിൽ ജീവിക്കുന്ന ഒരാളാണ്, എനിക്ക് ആരെങ്കിലും മേടിച്ചു തന്ന ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്, ഞാൻ കഴിക്കുന്ന ഭക്ഷണം ആ കുട്ടികളുടെ ഒപ്പം ഇരുന്നാണ് കഴിക്കുന്നത്, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇവിടെ ഒരു അമ്മ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത്, മാജിക് പ്ലാനറ്റിലെ ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത്, ഇതൊക്കെയാണ് പറയുന്നത്. 2020 2.5 ലക്ഷം രൂപ മോട്ടിവേഷൻ വാങ്ങുന്ന ഈ മനുഷ്യൻ 2024 ഇയാളുടെ ഒരു പ്രോഗ്രാമിന് ഇയാൾ എത്ര രൂപ വാങ്ങുന്നുണ്ടാവും? എത്ര ഷോസ് ചെയ്യും ഇയാൾ? ഒരു കൊല്ലം എത്ര ഷോ ചെയ്യും? ഇത് ഇന്ത്യയിലെ പൈസയാണ്. എബ്രോഡ് പോയ ഈ എമൗണ്ട് എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. കാരണം ഇയാൾ എത്ര ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇയാൾക്ക് പറയാം ഇതൊക്കെ ഞാൻ ഈ സ്ഥാപനത്തിലേക്കാണ് കൊടുക്കുന്നതെന്ന് പറയാം. കൊടുത്തതിന് ശേഷം അവിടെ പോയിട്ട് കുട്ടികളോടും അമ്മമാരോടും ഇത് എൻ്റെ ഔദാര്യം, ഇവിടെ അത് തനിക്ക് കിട്ടുന്ന ഔദാര്യം ആ മക്കളുള്ളത് കൊണ്ടാണ്, ആ കുട്ടികളുള്ളത് കൊണ്ടാണ് തനിക്ക് ആ ഔദാര്യം കിട്ടുന്നത്. താൻ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് വലുതായിട്ടുള്ളത് ആ കുട്ടികൾ കാരണമാണ്, അല്ല തന്നെ മാജിക് ഷോ കണ്ടിട്ടല്ല ബ്രാൻഡ് വലുതായത്. അങ്ങനെ ആ ബ്രാൻഡ് മാജിക് ഷോയിലൂടെ വലുതായിരുന്നുണ്ടെങ്കിൽ താൻ തൻ്റെ കല അവിടെ നിർത്തി പോരില്ലായിരുന്നു, ഒരിക്കലും താൻ ഒരിക്കലും ഡ്രോപ്പ് ചെയ്യില്ലായിരുന്നു. കഴിഞ്ഞിട്ടില്ല. ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കി 100 കുടുംബങ്ങളുടെ അച്ഛനാവാനൊന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല. കാരണം റേഷൻ കാർഡ് ഒരു വൈകാരികമാണ്. പ്രത്യേകിച്ച് ഇത്തരം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് നാളകളിൽ എന്തെങ്കിലും ആനുകൂല്യം ആ മേൽവിലാസത്തിൽ കിട്ടണമെങ്കിൽ, ആ പഞ്ചായത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതിൽ നിന്ന് കിട്ടണമെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ പേര് അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ റേഷൻ കാർഡിനകത്ത് വേണം. റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരർത്ഥത്തിൽ മനുഷ്യർ സാധാരണക്കാരായ ആളുകൾ കാണുന്നത് അവരുടെ ഒരു അസ്തിത്വം അങ്ങ് നിഷേധിച്ചതുപോലെയാണ്. എന്നാൽ അതുപോലും ചെയ്യുന്നതിന് ഈ രക്ഷകർത്താക്കളോടൊന്നും പറയാതെ ഈ അപേക്ഷകളും രേഖകളുമെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൊണ്ടുചെന്ന് ഒരു നിവേദനമായി കൊടുത്ത് അവർക്ക് ഇദ്ദേഹത്തിലുള്ള സെലിബ്രിറ്റി ഭാവത്തിലും ഈ പറഞ്ഞ ആൾ ദൈവമായി അവതരിക്കപ്പെട്ട് വലിയ ഹൈപ്പ് കൊടുക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുമൊക്കെ അതിൻ്റെ പേരിൽ റേഷൻ പെർമിറ്റ് അനുവദിച്ചുകൊണ്ട് ഇറക്കിയ ഉത്തരവ് 26/8/2022 ഈ റേഷൻ പെർമിറ്റ് അനുവദിക്കുന്നതിനായി ഗോപിനാഥ് മുതുകാട് സാറ് ഭക്ഷ്യമന്ത്രിക്കൊക്കെ ഇതിൻ്റെ നിവേദനം കൊടുത്തത് 15/6 ഈ 15/6 കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. അതെന്തിനാണ് കൊടുത്തതെന്നും പറയുന്നുണ്ട്. വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലും അഗതി മന്ദിരങ്ങളിലും ഹോസ്റ്റലുകളിലും അധിവസിക്കുന്ന ഈ കാർഡുകളിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കുൾപ്പെടുന്ന കാർഡുകളിൽ NRK സ്റ്റാറ്റസ് ആക്കണമെന്ന പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണറുടെ 18/1/2023 ഇന്ദിരാ നമ്പർ കത്തിലെ നിർദ്ദേശമനുസരിച്ചാണ് റേഷൻ വിഹിതം ഒഴിവാക്കിയത്. അവരെ കാർഡുകളിൽ നിന്ന് ഒഴിവാക്കി ഇദ്ദേഹം ഒരു കാർഡ് ഉണ്ടാക്കി. തുടർന്ന് ഗോപിനാഥ് മുതുകാട് തന്നെ നൽകിയ അപേക്ഷയിൽ ഈ NRK സ്റ്റാറ്റസ് ആക്കിയ നടപടി റദ്ദ് ചെയ്ത് അംഗങ്ങൾക്കുള്ള റേഷൻ വിഹിതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇത്രയും കാശ് വാങ്ങി പിരിച്ച് സെലിബ്രിറ്റിയായി വലിയ അത്യന്താധുനിക രീതിയിൽ കൊണ്ടുപോകുമ്പോഴും ഈ പാവങ്ങളുടെ റേഷനരി പോലും വിടരുത് എന്ന രീതിയിൽ അതും കൂടി വാങ്ങിച്ച് ഇതിൻ്റെ ഭാഗമാക്കി റെഡിയാക്കാനുള്ള ശ്രമമാണ് പിന്നീട് രക്ഷകർത്താക്കളായ ആളുകൾ ശബ്ദമുണ്ടാക്കിയപ്പോൾ റദ്ദാക്കിയത്. അങ്ങനെയൊരു സംഭവം തെറ്റായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഉപദേശിച്ചതുകൊണ്ടാണ് ചെയ്തത് എന്നെങ്കിലും ഒരു ബൗദ്ധികമായ സത്യസന്ധതയുണ്ടെങ്കിൽ അങ്ങ് ഈ പറയുന്ന ധാരാളം റീലുകളിലൂടെ പറയുന്ന ആത്മാർത്ഥത, മനസാക്ഷി, സത്യസന്ധത, വൈകാരികത തുടങ്ങിയ അതിൻ്റെ ഏതെങ്കിലും ഒരു അംശമുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് പറയേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലേ? എത്രത്തോളം ഗ്രൗണ്ട് ലെവലിൽ ഈ കുട്ടികളെയും അവരുടെ ലൈഫിനെയും റേഷൻ കാർഡിൽ പേര് എന്ന് പറഞ്ഞാൽ എത്ര ഇമ്പോർട്ടൻ്റാണ് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കേസാണ്. റേഷനരി, മോട്ടിവേഷൻ, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ കുട്ടികളുടെ ലൈഫിൽ നിങ്ങൾ ഗ്രിപ്പ് ചെയ്തിട്ടുള്ളത്? ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ഈ ഗ്രിപ്പ് ചെയ്തിട്ടുള്ളത്? മറ്റേ നീരാളിയാണ്. അവിടെ രണ്ടുതരം ഫുഡ് എന്ന് പറഞ്ഞത്, ഞാൻ അവിടെ നിൽക്കുമ്പം പിന്നെ റേഷനരിയുടെ ചോറ് അവിടെ തരുന്നത്. റേഷനരി മന്ത്രി വന്നപ്പോൾ റേഷനരി വേണമെന്ന് ആവശ്യപ്പെട്ടു. മന്ത്രി റേഷനരി അനുവദിച്ചു കഴിഞ്ഞപ്പോഴവിടെ ട്രിവാൻഡ്രത്തുള്ള പലർക്കും റേഷൻ കടയിൽ നിന്ന് അരി കിട്ടാതായപ്പോഴാണ് എന്താണെന്ന് തിരക്കിയപ്പോൾ അത് മാജിക് പ്ലാനറ്റിലേക്ക് കിട്ടുന്നു എന്ന് അറിഞ്ഞത്. അങ്ങനെ അവിടെ പേരൻസ് ആ സമയത്ത് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് റേഷനരിയുടെ ചോറ് തരുമ്പം പിന്നെ ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഡെയിലി ലേബറിന് പോലും നല്ല സാലറിയുള്ള കാലമാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ അങ്ങനെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്ന, പ്രത്യേകിച്ച് എന്റെ അറിവിൽ ഭിന്നശേഷി കുട്ടികളുടെ വീടുകളിൽ പല വീടിലും വളരെ കുറച്ച് ആൾക്കാർ ഒഴിച്ചാൽ ചിലപ്പോൾ എല്ലാവരും നല്ലതായിട്ടായിരിക്കും കുട്ടികളെ നോക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. VIP എന്ന് പറഞ്ഞാല് ഇപ്പൊ അത് VIP ഇരിക്കുന്ന ഒരു ലോഞ്ച് ഉണ്ട്. ഒരിക്കൽ എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ആ VIP, അതായത് നമ്മുടെ ഡയറക്ടറും മറ്റ് പുള്ളിയുടെ ഗസ്റ്റുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സെഷനുണ്ട്. ഞാനൊരു ദിവസം ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്ക് അറിയത്തില്ല, ഞാൻ ഇങ്ങനെ അബദ്ധവശാൽ അതിലേ കൂടെ ഒരു എൻട്രൻസ് മുകളിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു ഫ്ലോർ ഉണ്ട്, അവിടേക്ക് പോകാൻ കയറിയ ഉടനെ അവിടെ നിന്ന് ഒരു കിച്ചണിൽ നിന്ന് ഒരു സ്ത്രീ വന്നിട്ട് ഇതിലെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്താ സാർ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെ സാർ ഭക്ഷണം കഴിക്കുന്നിടത്തോടൊന്നും വേറെ ആരും കയറാൻ പാടില്ല. അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളോട് പറയുമ്പോ ഈ പേരൻസ് പേരൻസിനെ എന്തിനാണ് ഇങ്ങനെ ഇത്രയും പാപം അകലെ നിർത്തുന്നതെന്ന് എന്റെ മനസ്സിൽ നിശബ്ദമായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ നടന്നങ്ങ് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ ഈ ഗോപിനാഥ് മുതുകാട് ഉണ്ടല്ലോ, എല്ലാ വീഡിയോയിലും വന്ന് പറയുന്നേക്കാം, ഞാനും ആ കുഞ്ഞുങ്ങളുടെ കൂടെയാണ് ഭക്ഷണം കഴിക്കണേ, ഞാനും ആ കുഞ്ഞുങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. കഴിക്കുന്ന ദിവസങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുള്ളി കഴിക്കാറുണ്ട്, വീഡിയോയ്ക്ക് വേണ്ടി പുള്ളി കഴിക്കാറുണ്ട്. സെലിബ്രിറ്റികൾ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലും സ്പോൺസർ ചെയ്യുമ്പോഴോ ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് കഴിക്കുന്നതെന്നൊരു വീഡിയോ ഉണ്ടാവണമല്ലോ. ഏതാ അവസ്ഥ ആലോചിച്ച് നോക്കും. ഞാൻ കുട്ടികളുടെ കൂടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ വളരെ ലളിതമായി ഭക്ഷണം കഴിക്കുന്നത്, കുട്ടികളുടെ കൂട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യനാണ്. എപ്പോൾ സെലിബ്രിറ്റീസ് വരുമ്പോഴും വീഡിയോ എടുക്കാനും. എന്തോന്നട ഇത്?
എങ്ങനെ സാധിക്കുന്നു ഇതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ റേഷനരീൻ്റെ കേസ്, റേഷനരി മോശമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഈ കുട്ടികൾക്ക് ഇത്രയും ഫെസിലിറ്റി ഒരുക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ ഇവരുടെ വീട്ടിലൊക്കെ എത്ര കഷ്ടപ്പാടാണെങ്കിലും ഇവരെ അച്ഛനമ്മമാർ ഇവരെ പൊന്നുപോലെ നോക്കുന്ന മക്കളാണ്. എന്തൊരു ഇതൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും ഈ അച്ഛനമ്മമാർ വന്നിട്ടോ അല്ലെങ്കിൽ ഇതിലാരെങ്കിലും ഒരു കാര്യം വന്ന് പറയുമ്പോഴൊക്കെ ഉണ്ടല്ലോ, മുതുകാട് ദൈവം എന്ന് പറഞ്ഞിട്ട് ഇനിയും വരും. ഇപ്പൊ ഞാൻ ജോലിയുള്ള അമ്മയാണെങ്കിൽ ആ ജോലി ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ രാവിലെ പോയി ഈ കുട്ടിയുടെ കൂടിരിക്കണം. അതിലേക്ക് അവിടെ ചെന്ന ശേഷം ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രോഗ്രാമിൽ ഓഡിയൻസിനെ സൃഷ്ടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഈ പേരൻസ് അവിടെ ചെല്ലണം എന്നുള്ളത്. അവിടെ സെലിബ്രിറ്റികൾ വരുമ്പോഴോ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ആൾക്കാർ വരുമ്പോഴോ ഓഡിയൻസ് ഓഡിറ്റോറിയം നിറഞ്ഞിരിക്കണമെങ്കിൽ ഈ പേരൻസ് മസ്റ്റായി അവിടെ ചെല്ലണം. നിരന്തരമായി വരാത്ത പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെ കുട്ടിയെ ഒന്നിനും പങ്കെടുപ്പിക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഗസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ വരും എല്ലാ സ്ഥലത്തും. അപ്പൊ കരിഷ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അവിടെ കുറെ ലീഡേഴ്സിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അവിടുത്തെ ജീവനക്കാർ, അവർക്ക് സാലറി കൊടുക്കുന്നുണ്ട്, അവരുടെ മക്കളുടെ പേര് സാലറി കൊടുക്കുന്നുണ്ട്. അവർക്ക് അത് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കേണ്ട ആവശ്യകത അവർക്കുണ്ട്. അതുകൊണ്ട് അവരൊരു പ്രതിരോധം സൃഷ്ടിച്ച് ബാക്കിയുള്ളവരുടെ മേൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അടിച്ചമർത്തി, അല്ലെ ജയിലിൽ ചെല്ലുമ്പോൾ ജയിലിൽ ഉണ്ടായിരുന്ന സീനിയർ ആൾക്കാർ ജൂനിയർ ആൾക്കാരെ അടിച്ചമർത്തുന്ന പോലെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനങ്ങൾ ഡിസിഷൻ പാടില്ല. നമ്മളൊന്നും നമ്മുടേതായ ഒരു അഭിപ്രായങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് അവിടെ പ്രത്യേക ഒരു രീതിയിൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമെന്നൊന്നും നമ്മൾ തീരുമാനിക്കേണ്ട. അതിന്റെ ഒന്നും ആവശ്യം അവിടെ ഇല്ല. ഇത്ര കണ്ണിങ്ങാന്ന് ആലോചിച്ച് ഈ കരിഷ്മ സെന്റർ എന്ന് പറഞ്ഞ സംഗതി കൊണ്ടുവച്ചതും പാരൻസിന് അവിടെ വരണമെന്ന് നിർബന്ധമാക്കിയതും അവിടെ ആ ക്രൗഡ് കൂടുതലുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് എത്രത്തോളം പ്ലാനിങ്ങിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് വരുന്നത്. ഇവരുടെ പ്ലാനിങ് അപ്പം ഇനി ഇവരുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിൽ എന്തൊക്കെ കാണും. ഡാൻസ് പഠിപ്പിക്കുന്നതിലായിരുന്നു എന്റെ മോളുള്ളത്. അവിടെ നിന്ന് ഒരു കരിങ്കൽ ഭിത്തി കൊണ്ടുണ്ടാക്കിയ ഒരു തിയേറ്ററാണ്. പുള്ളി പണ്ട് എന്തെങ്കിലും പുള്ളിയുടെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന തിയേറ്റർ ആയിരിക്കാം. അത് ക്ലോസ് ചെയ്തിടും, കരിങ്കല്ല് കൊണ്ടുണ്ടാക്കി. അതിനകത്ത് ഫാനോ യാതൊന്നും തന്നെ ഇടത്തില്ല. തല വിയർത്തട്ടി തലയുടെ വിയർത്ത് ഈ മുടി തലയ്ക്കകത്ത് താങ്ങിയിട്ട് അവിടെ വന്ന ഡാൻസിൽ വന്ന എല്ലാ കുട്ടികൾക്കും കഠിനമായിട്ടുള്ള ചുമയും പനിയും നിരന്തരം. അവിടെ ചെന്നതിന് ശേഷം ആ കുട്ടികൾക്ക് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പേരൻസ് അങ്ങോട്ടൊന്നും നോക്കാൻ പാടില്ല. പേരൻസ് ഈ കുട്ടി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടി എന്താ അവിടെ കളിക്കുന്നു, അല്ലെങ്കിൽ ചെയ്യുന്നു, ഈ കുട്ടിക്ക് എന്താണ് അവിടെ ഈ പേരൻസുകൾ അങ്ങോട്ട് ചെല്ലാൻ പാടില്ല. അപ്പൊ അതിന് നമ്മുടെ അവിടുത്തെ ഡയറക്ടർ പറഞ്ഞത്, നിങ്ങൾ ഈ അധ്യാപകരെ അനുവദിക്കൂ പഠിപ്പിക്കാൻ. ഈ അധ്യാപകർ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ അവിടുന്ന് വരുന്ന നിമിഷം വരെ കണ്ടിട്ടില്ല. അവിടുത്തെ അധ്യാപികയുടെ പേര് കേൾക്കുമ്പോൾ കുഞ്ഞ് ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങുക, കുഞ്ഞ് ഭയക്കുന്നു, കുഞ്ഞ് എന്തോ വിയർത്തൊഴുകുന്നു, കുഞ്ഞിന് ടെൻഷൻ ഉണ്ടാവുന്നു, രാത്രി 1 മണിക്ക് എണീറ്റ് കരയുന്നു. അപ്പൊ ഈ സംഭവങ്ങൾ നിരന്തരം വരുമ്പോൾ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ ജീവിതത്തിൽ എല്ലാം ത്യജിച്ചാണ് ഈ കുഞ്ഞിന്റെ കൂടെ അവിടെ പോയി ഈ പൈസയൊക്കെ ഉണ്ടാക്കി, ഈ ഹസ്ബൻഡൊക്കെ ഈ പൈസയൊക്കെ ഉണ്ടാക്കി അവിടെ എത്തിച്ചാലേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്രയും ത്യാഗം സഹിച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഓരോ അനുഭവവും നമുക്ക് വേദനാജനകമായ അനുഭവം തന്നെ ആയിരിക്കും. ഓരോ അച്ഛനമ്മമാർ വന്നിട്ട് അവരുടെ അനുഭവം ഷെയർ ചെയ്തിട്ടും, ഇന്നലെ ഷിഹാബ് വന്ന് ഷിഹാബിന്റെ അനുഭവം ഷെയർ ചെയ്തിട്ടും ഇവിടെ മെയിൻ സാറ്റലൈറ്റ് ചാനലുകൾ വായിൽ പഴം തിരികെയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു മീഡിയ വണ്ണ് കൊടുത്തത് കണ്ടു, ചിലപ്പോൾ റിപ്പോർട്ടർ കൊടുക്കുമെന്ന് പറഞ്ഞു. അവിടെ ബാക്കിയുള്ളവരെവിടെ? ഗോപിനാഥ് മുതുകാടിൻ്റെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ അഡ്വർടൈസ്മെന്റ് പൈസയും വാങ്ങി നക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നോ, ഒരു കുഴപ്പമില്ല, ഇരുന്നോ. ജനങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവാൻ 24/7 തുറന്നു വെച്ച് കാണണമെന്നൊന്നുമില്ല. ഈ മൊബൈലും എന്നെപ്പോലുള്ളവരൊക്കെ മതി. ഓക്കെ, എത്ര പേരുടെ വായ തുന്നിക്കെട്ടാൻ പറ്റും? സൈബർ ടീമിനെ വെച്ച് വീഡിയോ റിപ്പോർട്ട് അടുപ്പിക്കാൻ പറ്റും, ചിലപ്പോൾ ചാനലടിച്ച് കളയാൻ പറ്റും. പറയാനുള്ള കാര്യങ്ങൾ പറയുക ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ പറ്റുമോ മുതുകാടിന്? ഗോപി നടക്കുമോ? പറയാൻ പറ്റുമോ?